ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദയ ചോദിക്കുകയാണ്, ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഈ വീട് നിങ്ങളുടെ വീടിനേക്കാളും എൻ്റെ വീടിനേക്കാളും ഒക്കെ നല്ലതല്ലേ എന്നിങ്ങനെ ശബരിയോട് ചോദിക്കുമ്പോൾ ശബരി പറയും, എനിക്ക് എൻ്റെ വീട് തന്നെയാണ് ഇഷ്ടമെന്ന് പറയുന്നത് കേട്ടോ. എന്നാൽ ഈ സമയം ദയക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് ശബരി കൊഞ്ചിക്കൊഴയാൻ നിൽക്കുകയാണ് തൻ്റെ കുഞ്ഞിനെ. അങ്ങനെ ആ സമയമാണ് അനുപമയും ചീരുവും ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ശബരി അകത്തോട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് കേട്ടോ. അങ്ങനെ ദയ ആ ചോദ്യത്തിന് തന്നെ മറുപടി ഇങ്ങനെ ആവുമ്പോൾ ദയയുടെ ഭാഷയ്ക്കനുസരിച്ച് നിൽക്കുന്ന ഒരു ഭർത്താവല്ലല്ലോ. അതുകൊണ്ട് ദയക്ക് നന്നായി ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ശബരി ഇങ്ങനെ എല്ലാവരും നിൽക്കുകയാണ്, അനുപമയും ചീരുമൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ശബരി പറയാണ്, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അനന്തമാഷ് എൻ്റെ അച്ഛനെ വിളിച്ചിരുന്നു, ഇവിടുത്തെ അച്ഛന്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ എന്നെ വിട്ട് പോയതിന് ശേഷം ദയ എന്നെ വിളിക്കുകയോ വിവരങ്ങൾ തിരക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആഹോ, അപ്പോൾ എനിക്കായ കുറ്റം എന്ന് ദയ പറയുമ്പോൾ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, നീ എന്നെ വിളിക്കുക വിവരങ്ങൾ തിരക്കുക ഒന്നും ചെയ്തിട്ടില്ല. എന്തിനാണ് ഞാൻ തിരക്കുന്നത്? നിങ്ങളുടെ വിവരങ്ങൾ അന്വേഷിക്കാൻ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാനൊക്കെ അവിടെ ആളില്ലേ എന്ന് പറയണ്ട. അപ്പോൾ ഇത് കേൾക്കുന്ന ശബരി പറയണ, ദയ, നീ പലതവണ എൻ്റെ സ്വന്തം ഏട്ടത്തിയമ്മയായ അവരെ നീ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അത് കേട്ട് നിൽക്കാൻ ഒരുപക്ഷെ എനിക്ക് കഴിയില്ല. നീ നിൻ്റെ പണി നോക്കി പോയപ്പോൾ എനിക്കും എൻ്റെ അച്ഛനും താങ്ങും തണലുമായി ഉള്ളത് അവർ തന്നെയാണെന്ന് പറയട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ദയ, നിങ്ങൾക്ക് അവരുടെ സാമീപ്യമാണല്ലോ ആവശ്യം, എന്നെ ആവശ്യമില്ലല്ലോ എന്ന് ദയ തിരിച്ച് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചീരു അനുപമേ, ദയ നീ ഒന്ന് അടങ്ങ്, നീ ഇങ്ങനെ എടുത്തു ചാടി സംസാരിക്കലേ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വായ തുറന്നാൽ എൻ്റെ ചേച്ചിമാരെല്ലാവരും എന്നെ അടക്കുമല്ലോ, അതങ്ങനെയാണല്ലോ എന്ന് പറയുമ്പോൾ ദയോട് പറയണേ, കൂടുതലായി സംസാരിക്കാനോ വഴക്കിടാനോ ഒന്നിനുമല്ല ഞാൻ വന്നത്. എനിക്ക് ഒത്തിരി പണിയുണ്ട്. അതിനിടയിൽ നിൻ്റെ അടുത്തോട്ട് വന്നത് അച്ഛൻ്റെ നിർബന്ധപ്രകാരമാണ്. കാരണം നിൻ്റെ വാശിക്കും ദേഷ്യത്തിനും അനുസരിച്ച് നിൽക്കാനും നിനക്കനുസരിച്ച് ജീവിക്കാനും എനിക്ക് കഴിയില്ല. എനിക്കൊരു അച്ഛനുണ്ട്, എനിക്കൊരു കുടുംബമുണ്ട്, ഒരു കൂടപ്പിറപ്പുണ്ട്. അതുകൊണ്ട് നിന്നെ വിളിക്കാനാണ് ഞാൻ വന്നത്. അതുകൊണ്ട് നീ വരുന്നുണ്ടോ എന്നിങ്ങനെ ദയ ചോദിക്കുമ്പോൾ ദയ അങ്ങ് ചാടി കളിച്ചും കൊണ്ട് ദയ ശബരിയോട് പറയണേ, ഇല്ല ഞാൻ വരില്ല. ആ വീട്ടിൽ നിന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് നിൽക്കണം. ഈ കന്യാശ്ശേരി മലയിൽ ഞാനും നിങ്ങളും താമസം തുടരാമെന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന ശബരി പറയണേ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ നീ വരുന്നതിന് മുന്നേ എനിക്ക് ആദ്യം ഉണ്ടായത് എൻ്റെ അച്ഛനാണ്. അതുകൊണ്ട് ആ അച്ഛനെ ഉപേക്ഷിച്ച് നിൻ്റെ അരികിൽ വന്ന് നിൽക്കണമെന്ന് പറയാൻ എനിക്ക് കഴിയില്ല. കാരണം എൻ്റെ അച്ഛനെ നോക്കാൻ വേറൊരാളുമില്ല. അമ്മ പോലും ഇല്ലാത്ത അച്ഛനാണ്. അച്ഛൻ ഞങ്ങളെ വളർത്തി വലുതാക്കിയതാണ്. അതുകൊണ്ട് എൻ്റെ അച്ഛനെ കൈവിടാൻ ഞാൻ തയ്യാറല്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത് കേൾക്കുന്ന ദയ പറയാണ്, ശബരിയേട്ടന് പറ്റുമെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുകയെന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന ശബരിക്ക് അങ്ങ് കാലി അടങ്ങില്ല. ശബരി വിരൽ ചൂണ്ടിയിട്ട് പറയാണ്, അതെ, നിനക്ക് എന്നെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരാൻ നോക്ക്. അതല്ലെങ്കിൽ ഇനി എന്നാണ് നിനക്ക് എന്നെ വേണമെന്ന് തോന്നുന്നത് അന്ന് നീ എൻ്റെ അടുത്തേക്ക് വന്നേക്കെന്ന് പറഞ്ഞിട്ട് ശബരി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അനുപമയും ചീരും, ശബരി പോവല്ലേ, നീ അവിടെ നിൽക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ദയ ഇരുന്നോടത്ത് എണീക്കില്ല. അങ്ങനെ ശബരി അവിടെ നിന്നും വീട് വിട്ടിറങ്ങുകയാണ്. എന്നാൽ ഈ സമയം ദയയുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിപ്പോവാണ് കേട്ടോ. ഇതേസമയം ജീവരാജും ഈ പറയുന്ന വിനയനും തമ്മിൽ നല്ല സംസാരമായിരിക്കണം. അപ്പോൾ ഈ ലതിക പറഞ്ഞത് പ്രകാരമാണല്ലോ ജീവരാജിനെ വീണ്ടും വീട്ടിലോട്ട് വിളിച്ച് കയറ്റുന്നത്. അപ്പോൾ വിനയം പറയണേ, എന്തായാലും നീ മഞ്ചാടിയുമായി ഒന്ന് സംസാരിച്ച് അതിനൊരു തീർപ്പുണ്ടായെന്നൊക്കെ പറഞ്ഞിട്ടിട്ട് അവർ പുറത്തോട്ട് പോകാൻ കേട്ടോ. ഇതേ സമയം അയാളൊരു തെറ്റില്ല എന്ന് കാണുമ്പോൾ ലതികയും ലംബോദരനും മാറി നിൽക്കണം കേട്ടോ. അപ്പോൾ വിനയൻ്റെ ആ ഒരു കളി തുടങ്ങുകയാണ്. വിനയൻ എത്ര നോക്കിയാലും നേരാവില്ല എന്നുള്ളതാണ് ഇന്നത്തെ പ്രൊമോയിൽ വന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ വിനയൻ ജീവരാജിനോട് പറയാണ്, നീ എന്തായാലും ഒരു പണി ചെയ്യും, ഞാൻ പറയുന്നത് പോലെ നീ അങ്ങ് ചെയ്താൽ മതി. തീർച്ചയായും ഈ കേസ് അവർ പിൻവലിക്കുമെന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന എന്ത് പണിയാണ് ഞാൻ ചെയ്യുന്നതെന്ന് വിനയനോട് ജീവരാജ് ചോദിക്കുകയാണ്. കാരണം എനിക്ക് നല്ല പോലെ എൻ്റെ അച്ഛനമ്മയുടെ ഒക്കെ ആഗ്രഹം പോലെ PGക്ക് കഴിഞ്ഞില്ല, റാങ്ക് കിട്ടിയല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് പഠനത്തിലോട്ട് ശ്രദ്ധിക്കണം, വഴി തെറ്റിപ്പോയി എന്നുള്ള സത്യമാണ്. പക്ഷേ എനിക്ക് ഇനി ജീവിക്കണം, കോളേജ് പഠനം തുടരണം, അതിന് മഞ്ചാടി വിചാരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അതിന് തന്നെയാടാ ഞാൻ നിനക്കൊരു പണി പറഞ്ഞു തരുന്നത്. ഈ കേസ് പിൻവലിക്കണം എന്നുണ്ടെങ്കിൽ അനന്തം മാഷ് ഇവിടെ വേണം. അങ്ങേരെ കണ്ട ഒരു പക്ഷെ നടന്നിരുന്നു, പക്ഷെ രഘുവിനെ കണ്ടിട്ട് കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് അമ്പിളിയാണ്. അവരുടെ ഫോൺ നമ്പർ ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ട് അത് കേൾക്കുന്ന ജീവരാജ് ചോദിക്കും, എന്തിനാണ് അത് എന്ന് ചോദിക്കുമ്പോൾ, അതെ, ഈ അങ്ങേരുടെ മാഷിൻ്റെ മക്കൾ ഇത്ര നല്ല മക്കളൊന്നുമല്ല. മാഷിൻ്റെ നാലാമത്തെ പെൺകുട്ടിയുണ്ടല്ലോ, അവളെ ഒരുത്തനുമായി പ്രണയിച്ച് സൊല്ലപിച്ച് വിവാഹം കഴിച്ച് ഒരു റൂം വരെ എത്തിയവനാണത്. ആ സത്യം മാഷിന് അറിയില്ല. നന്ദു എന്ന ചെക്കൻ്റെ പേര്, ഫോട്ടോഗ്രാഫർ ആയിരുന്നു, അവൻ മരിച്ചു. അതുകൊണ്ട് അക്കാര്യത്തെക്കുറിച്ച് ഒന്ന് ഓർമ്മപ്പെടുത്തിയാൽ മതി. അതോടുകൂടി അവർ ഈ കേസ് അങ്ങ് പിൻവലിച്ചോളും എന്നൊക്കെ ജീവരാജിനോട് വിനയം പറഞ്ഞു കൊടുക്കണം കേട്ടോ.
എന്നാൽ ഈ സമയം ഇതുപോലെ അങ്ങ് ചെയ്യാൻ തന്നെ ജീവരാജ് ഉദ്ദേശിക്കുകയാണ്. അങ്ങനെ ജീവരാജ് ഈ പറഞ്ഞതുപോലെ അമ്പിളിക്ക് വിളിക്കുകയാണ്. അപ്പോൾ അമ്പിളിയോട് കാര്യങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്താണ്. ആ ജീവരാജ് എന്ന് പറയുന്ന ആ പയ്യൻ ആ സ്കൂളിൽ പഠിച്ചോട്ടെ, നിങ്ങൾക്ക് എന്താ കുഴപ്പം, അവൻ പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾ ആ കേസ് അവൻ്റെ പേരിൽ അങ്ങ് പിൻവലിച്ചൂടെ എന്ന് പറയുമ്പോൾ അമ്പിളി പറയാണ്, എൻ്റെ അനിയത്തിയോട് ചെയ്ത ക്രൂരതകളൊക്കെ മറന്ന് അവൻ്റെ കേസ് പിൻവലിക്കുക, അവൻ ചെയ്തതൊക്കെ അങ്ങനെ മറക്കാൻ പറ്റുമോ, അങ്ങനെ ഒരു ഭാവി ജീവിതം അവന് ആവശ്യമുണ്ടെങ്കിൽ അവൻ ഇങ്ങനത്തെ തെമ്മാടിത്തരത്തിന് നിൽക്കരുത് എന്ന് നമ്മൾ തിരിച്ച് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ഇത് ആരാണ് ഫോണിൽ, നിങ്ങൾ ആരാണ് എന്നൊക്കെ അമ്പിളി ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് പറഞ്ഞു കൊടുക്കില്ല കേട്ടോ. അങ്ങനെ ഈ സമയം നിങ്ങളിപ്പോൾ ഇത്ര നല്ല കൂട്ടങ്ങളൊന്നും അല്ലല്ലോ, ഈ മഞ്ചാടി ഇത്ര നല്ലവളും അല്ല, അതുപോലെ തന്നെ മഞ്ചാടി ഇപ്പോൾ ഒരുത്തനുമായി കറങ്ങി നടക്കുന്നു. അതുമാത്രമല്ല ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കുന്ന ദയ എന്ന് പറയുന്ന അവളുണ്ടല്ലോ, അവളൊരു നന്ദു എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫറുമായിട്ട് പ്രണയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അത് കേൾക്കുന്ന അമ്പിളി ആകെ ഞെട്ടാണ് കേട്ടോ. ഈശ്വര, എന്താണ് ഇയാൾ ഈ പറയുന്നത് എന്നുള്ള ഭാവത്തിൽ നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. ഞാൻ ആരോ ആയിക്കോട്ടെ, എന്തായാലും ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് തന്നെ അവനെടുത്ത ഫോട്ടോകൾ ഒരുപാട് എൻ്റെ കൈകളിലുണ്ട്, അതങ്ങ് പബ്ലിക്കലി വരും നിങ്ങൾ ഈ കേസ് പിൻവലിച്ചില്ലെങ്കിൽ എന്ന് പറയാണ്. അങ്ങനെ അമ്പിളി ആകെ ടെൻഷനാവാണ്. അപ്പോഴാണ് വിനയൻ്റെ കടന്ന് വരവ് കേട്ടോ. വിനയ ഒന്നും അറിയാത്ത പാവത്താനെ പോലെ ഇങ്ങനെ കയറി വരികയാണ്. അപ്പോൾ വിനയന് ഈ സംസാരം കേട്ടു കേട്ടില്ല എന്നുള്ള ആ ലെവലിലായിരിക്കുന്നു കേട്ടോ. അപ്പോൾ അമ്പിളി ഇങ്ങനെ നിന്ന് പരിങ്ങാണ്. എന്താ അമ്പിളി ചേച്ചി, എന്താ പ്രശ്നം, എന്താ നന്ദുവിൻ്റെ കാര്യമൊക്കെ പറയുന്നത് എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം അമ്പിളി ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കുകയാണ്. എന്താ വിനയ, നീ എന്തിനാ വന്നത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല മാഷിനെ ഒന്ന് കാണാം, അച്ഛ ഇവിടെ ഇല്ലാന്ന് എന്നോട് രഘുവേട്ടൻ പറഞ്ഞതല്ല, അല്ല എൻ്റെ കേസിൻ്റെ കാര്യം ഒന്ന് പിൻവലിക്കുകയാണെങ്കിൽ എനിക്ക് ജോലിക്ക് കയറണമായിരുന്നു, അതിന് രഘുവേട്ടനെ അമ്പിളി ചേച്ചി വിചാരിച്ചാലാണ് ഇപ്പോൾ ഇത് നടക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, എന്നാൽ അമ്പിളിയാണെങ്കിലോ ഈ വിളിച്ച ഈ ആളുടെ പേര് വെളിപ്പെടുത്തിയത് കൊണ്ട് തന്നെ അമ്പിളി ആ ഒരു ടെൻഷനിൽ നിൽക്കുമ്പോൾ വിനയനൊന്നും അറിയാത്തതുപോലെ അഭിനയം തുടരുകയാണ്. വിനയൻ പറയാണ്, അല്ല അമ്പിളി ചേച്ചി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ വിളിച്ച ആ ആള് അത് എന്ന് പറയാൻ കേട്ടോ, അവൻ്റെ പേര് എന്നിങ്ങനെ പറഞ്ഞിട്ട് ആരുടെ പേര്, എന്ത് പേര് എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഇപ്പോൾ വിളിച്ച ആ ഭീഷണിപ്പെടുത്തിയ അവൻ്റെ പേര് നന്ദു എന്നാണ് അല്ലേ എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന അമ്പിളി ആകെ ഞെട്ടുകയാണ്. അവനൊരു ഫോട്ടോഗ്രാഫർ ആയിരുന്നില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ അമ്പിളി ആകെ പേടിക്കണം കേട്ടോ. അല്ല ഇപ്പോൾ ഇവൻ്റെ പേരൊക്കെ ഇപ്പോൾ വിളിച്ചു പറയാൻ ആരാവണം ഇപ്പോൾ ഇത് പുറത്തോട്ട് വലിച്ചഴിച്ചിട്ടത് എന്ന് ഒന്നും അറിയാത്തതുപോലെ വിനയൻ അങ്ങ് പറയുമ്പോൾ, അമ്പിളിയല്ലേ മോള്, അമ്പിളിക്ക് വിനയൻ്റെ വാല് പൊക്കുന്നത് കണ്ടപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി, എന്തെങ്കിലും നേടിയെടുക്കാനുള്ള അവരവരുടെ തന്ത്രമായിരിക്കും, അതെനിക്ക് നന്നായി അറിയാമെന്ന് പറയുമ്പോൾ വിനയൻ്റെ മുഖം അങ്ങ് മാറുകയാണ് കേട്ടോ. അപ്പോൾ വിനയനെ ഉദ്ദേശിച്ച് തന്നെയാണ് അമ്പിളി അത് പറഞ്ഞത്. അങ്ങനെ അമ്പിളി പെട്ടെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഇതിൻ്റെ പിറകിൽ വിനയനാണ് കളിച്ചതെന്ന്. അപ്പോൾ എന്തായാലും വിനയൻ വീണ്ടും വിനയൻ തന്നെയാണെന്നുള്ള സത്യം വിനയൻ അറിയാതെ വിനയൻ്റെ പ്രവൃത്തിയിലൂടെ തന്നെ തെളിയിക്കാൻ കേട്ടോ. അങ്ങനെ ചീരു പറഞ്ഞത് തന്നെയാണ് സത്യം. അയാൾ ഏത് കാലം എത്ര കാലം അയാളുടെ നേട്ടം നിറവേറുന്നത് പോലെ പാവത്താൻ്റെ പോലെ അഭിനയിക്കും, അത് കഴിഞ്ഞാൽ അയാളുടെ സ്വഭാവം കയ്യിലെടുക്കും, ഞാൻ അയാളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും അയാളുമായുള്ളൊരു ജീവിതം ഞാനില്ല എന്ന് പറഞ്ഞ ആ സത്യം തന്നെയാണ് ഇപ്പോൾ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ.